tell me about Blue Tiger. Blue Tiger is your brand, right? Correct, And correct. you are a digital first brand? No, actually, we started off നമ്മൾ ട്രഡീഷണൽ ചാനൽസിലും കാര്യങ്ങളും ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുക്കുന്നത് റീറ്റെയിലിന് കൊടുക്കുന്നത്. Okay. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പം പ്രോഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കൺസ്യൂമറിൽ മാത്രം ഉണ്ടായാൽ പോരാ, Okay. ഡിസ്ട്രിബ്യൂഷനിൽ വേണം, റീറ്റെയിലിൽ വേണം. അതിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ചിട്ടാണല്ലോ. അതെ. മാർജിൻ, ക്രെഡിറ്റ് ഡേയ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. Okay. വി വർ ഹാവിങ് സോ മെനി സ്ട്രഗിൾസ് ഓവർ ദർ. കാരണം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല കാരണം. സോ ദെൻ വി വെൻറ്റ് ഓൺലൈൻ. Okay. ഓൺലൈനിൽ വി വർ ഹാവിങ് ലൈക്ക് അമേസിങ് ഓർഡേഴ്സ്. ഡ്യൂറിങ് കോവിഡ് ടൈമാണ് നമ്മൾ ഓഫ്ലൈനിൽ കൂടുതൽ സ്ട്രഗിൾ കൂടിയപ്പോൾ നമ്മൾ ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തു. Okay. വി സ്റ്റാർട്ടഡ് ഓഫ് വിത്ത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, വെരി ഗുഡ്. COVID was actually the എന്താ പറയുക ആ ഒരു ട്രിഗർ. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദ ബിസിനസ്സസ് Okay. ഇപ്പം കോവിഡ് ആണ് വല്ലാണ്ട് അവരെ മാറ്റി ചിന്തിപ്പിച്ചത്. Because you were constrained. ഓഫ്ലൈനിൽ സെൻഡ് ചെയ്യാൻ കഴിയും. ഓഫ്ലൈൻ നമ്മൾ ഓഫ്ലൈനിൽ നല്ല സെയിൽ ഉണ്ടാവുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വേറെ ആലോചിക്കാനൊരു വേറെ സമയമില്ല. സമയമില്ലല്ലോ. ഓക്കെ, റൈറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ പ്രോഫിറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനോ നോട്ട് ലുക്കിംഗ് അറ്റ് ന്യൂ ചാനൽ. കറക്റ്റ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഷിഫ്റ്റ് ആയത്. സോ ദെൻ വി സ്റ്റാർട്ട് ഓഫ് വിത്ത് മാർക്കറ്റ് പ്ലേസസ്. അവിടെ നല്ല നമ്പേഴ്സ് ഉണ്ടാക്കി. ഓക്കെ. ദെൻ വി വർ നോട്ട് ഏബിൾ ടു അക്വയർ ഡേറ്റ. നമുക്ക് ആരാ നമ്മൾ കൺസ്യൂമേഴ്സും അവരെ കാര്യങ്ങളും നമുക്ക് വല്ലാണ്ട് വിസിബിലിറ്റി കുറച്ച് ലിമിറ്റഡ് ആയിരുന്നു. ഓക്കെ. അപ്പോൾ നമ്മൾ D2Cയിലോട്ട് പോയി. ഓൺ വെബ്സൈറ്റ് വി നോ ഹൂ ഓൾ ആർ കമ്മിങ് ടു അവർ വെബ്സൈറ്റ്, ഓക്കെ, വാട്ട് ഡു ദേ ലൈക്ക്, എന്താണ് ഇഷ്ടമില്ലാത്തത്, അങ്ങനെ കംപ്ലീറ്റ്ലി നമുക്കൊരു ധാരണ കിട്ടിയപ്പം ഓക്കെ വി വർ ഏബിൾ ടു പിവട്ട് നമ്മളെ പ്രോഡക്ട്സ് വേർ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടതെന്ന്. ആ കസ്റ്റമർ ഡയറക്റ്റ്ലി സംസാരിക്കാൻ തുടങ്ങി. അതെ എക്സാക്ട്ലി. നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ട് മാർക്കറ്റ് പ്ലേസസ് ആവട്ടെ, നമ്മളെ ഓഫ്ലൈൻ ഡിസ്ട്രിബ്യൂഷൻ ആവട്ടെ, അവിടെ നമുക്ക് ഇറ്റ് ടേക്സ് കുറച്ച് സമയം. അവിടുന്ന് കസ്റ്റമറുടെ നിന്ന് അവർ 100% പറയുകയാണെങ്കിൽ ഇത് നമ്പർ കറക്റ്റ് ആവില്ല. ലൈക്ക് നമുക്കൊരു 40% മനസ്സിലാവുന്നുള്ളൂ എന്താണ് ലൈക്ക് അവർക്ക് എന്താ ഇഷ്ടപ്പെട്ടത്, എന്തൊക്കെ ഇഷ്ടപ്പെടാത്തതെന്നുള്ള. റൈറ്റ്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഇപ്പം നിൽക്കുന്ന പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലോട്ട് പോളിഷ് ചെയ്ത് എത്താനുള്ള കാരണം D2C ആണ്. ഇവർ ഹാൻഡ്ലിങ് ആർ കൺസ്യൂമേഴ്സ് ഡയറക്ട്ലി. അപ്പോൾ അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തപ്പം ട്രാവൽ ടീ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പോൾ ട്രാവൽ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി മെയ്ഡ് ഫോർ ട്രാവൽ. ഓക്കെ. അതായത് ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ പെയിൻ പോയിന്റ്സ് ഉണ്ടോ അതൊക്കെ സോൾവ് ചെയ്തുകൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തു. ഓക്കെ. ആൻറ്റി ഓർഡർ, അതുപോലെ തന്നെ ആൻറ്റി ഫെയ്ഡി, ഓക്കെ, അതുപോലെ റിങ്കിൾ ഫ്രീ. ഓക്കെ. ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ പെയിൻ പോയിന്റ്സ് ആണോ ഇപ്പം ഉള്ള നോർമൽ ക്ലോത്തിങ് വെച്ചിട്ടുള്ളത് അതൊക്കെ ഓവർകം ചെയ്തിട്ട് വി ലോഞ്ച് ട്രാവൽ ടീ. ഓക്കെ. അത് ലോഞ്ച് ചെയ്ത് ഫസ്റ്റ് വീക്കിൽ ഐ ആസ്ക് മൈ ടീം കസ്റ്റമർ എക്സ്പീരിയൻസിൻ്റെ അടുത്ത് വെച്ച് എങ്ങനെയുണ്ട് സെയിലും കാര്യങ്ങളും, ക്ലിക്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, ലൈക്ക് വെരി വേഗ് ഇൻഫർമേഷൻ. ഓക്കെ. അത് ലൈക്ക് ഓക്കെ ലെറ്റ്സ് കോൾ കസ്റ്റമേഴ്സ്. നമ്മൾ ടീം എല്ലാവരും ഇരുന്നിട്ട് 10 കസ്റ്റമർ, അതായത് സക്സസ്ഫുള്ളി പർച്ചേസ് ചെയ്തിട്ടുള്ളവരെ നമ്പർ നമ്മൾ ഡയറക്റ്റ്ലി വിളിച്ച് ഡെലിവർ ചെയ്ത് അവിടെ വിളിച്ചപ്പം അവർ പറഞ്ഞത് 4 സ്റ്റാർ, 5 സ്റ്റാർ, 3 സ്റ്റാർ. അപ്പോൾ 3 സ്റ്റാറിൽ ആൾ ചോദിക്കും എന്താ പ്രശ്നം, റൈറ്റ്. 5 സ്റ്റാർ എന്ന ആൾ ചോദിക്കും വാട്ട് ഡിഡ് യു ആക്ച്വലി ലൈക്ക്. റൈറ്റ്. ആ കീ ഇൻസൈറ്റ്സ് എടുത്തിട്ട് വി സ്റ്റാർട്ടഡ് ബിൽഡിങ് മോർ പ്രോഡക്ട്സ്. റൈറ്റ്. അപ്പോൾ വാട്ട് വി ലവ് അബൌട്ട് D2C ഈസ് അവിടെ നമുക്ക് അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട്. സോ റൈറ്റ് നൗ ഇൻ ആർ NPD ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എസ്തെറ്റിക്കോ അല്ലെങ്കിൽ ഒരു ഫാഷൻ ട്രെൻഡോ കളറോ ഫിറ്റോ അല്ല നോക്കേണ്ടത്, എന്താ പ്രശ്നമില്ലെന്ന് നോക്കാൻ പറയും. റൈറ്റ്. ഇപ്പം നമ്മളെ സൺസ്ക്രീൻ ജാക്കറ്റ് പോലത്തെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി ഓഫീസിലോട്ട് കമ്മ്യൂട്ട് ചെയ്യുന്ന ആളുകൾക്ക് UV പ്രൊട്ടക്ഷൻ വേണം. അതെ, കറക്റ്റ്. അതൊരു വലിയ പ്രോബ്ലമാണ്. ബൈക്കിൽ കൂടി പോവാണ് വലിയ പ്രോബ്ലമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആളുകളെ കണ്ടിട്ടുള്ള ആളുകൾ കൂട്ടിയിടുന്നു തിക്കായിട്ടുള്ള ഈ ചൂടത്ത് കൂട്ടിയിട്ട് പോയാൽ എങ്ങനെ ഉണ്ടാവും, ലെതർ ജാക്കറ്റ്സ് ഇടുന്നത്. അപ്പോൾ ഇത് ശരിക്കും ഈ പ്രൊഡക്റ്റിൻ്റെ ഐഡിയ വന്നത് ഞാൻ ബാംഗ്ലൂർ നമ്മളെ HSR ലേഔട്ടിൽ ഒരു മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അവിടെ താഴത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഓഫീസിൽ അവിടെ സ്കൂട്ടറിൽ വന്നൊരു ലേഡി ഷീ ടുക്ക് 10-15 minutes ടു ടേക്ക് ഓഫ് ഈ പറഞ്ഞ ഷോള്, സ്ലീവ് എല്ലാം കൂടെ. അതായത് അവർ സമയം എടുത്തിട്ടാണ് അതൊരു 15 minutes ശരിക്കും. ഐ തിങ്ക് മോർ ദാൻ ദാറ്റ്. റൈറ്റ്. ഈ പറഞ്ഞ സ്ലീവ് എടുക്കാൻ, UV പ്രൊട്ടക്ഷനുള്ള സ്ലീവ്, അവരെ ഷോളും ഷീറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റി വെക്കാൻ. സോ ഐ തോട്ട് ഹൗ ടു മേക്ക് ഇറ്റ് മോർ കൺവീനിയൻറ്റ്. 15 minutes is a huge time actually. 15 minutes ടേക്ക് ഓഫ് ചെയ്യാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഹൗ മച്ച് ടു പുട്ട് ഇൻ. അതെ, 15 + 15 that's 30 minutes. 30 minutes of particularly a tech employee. It's huge time, right? പ്രോബ്ലം കണ്ടുപിടിക്കൽ എങ്ങനെയാണ്? ഓപ്പർച്യൂണിറ്റി ടു വി ഫൗണ്ട് ദാറ്റ് പ്രോബ്ലം. ഓക്കെ. ജസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, ഹൗ ടു മേക്ക് ഇറ്റ് മോർ കൺവീനിയൻറ്റ്. റൈറ്റ്. തിരിച്ച് ടീമിൻ്റെ അടുത്ത് പോയി
ഇങ്ങനെയാണ് അങ്ങനെയാണ്. നമ്മൾ R&D ഞാൻ റീസെൻ്റ്ലി നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറയായിരുന്നു, നമ്മൾ ആനുവലി 6 ആർട്ടിക്കിളോ 7 ആർട്ടിക്കിളോ ലോഞ്ച് ചെയ്താൽ മതി. ബട്ട് ഈ 6 ഗോൾഡ് ആയിരിക്കണം. ഓക്കെ, അത് സോൾവ് എ പ്രോബ്ലം. എക്സാക്ട്ലി ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് പീപ്പിൾ ഷുഡ് ബി ഹാപ്പി അബൌട്ട് ദാറ്റ്. വി ഷുഡ് മേക്ക് ചേഞ്ച്. അവരെ ആക്ച്വൽ പ്രോബ്ലംസ് വെറുതെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഡോണ്ട് ജസ്റ്റ് ടെൽ എ സ്റ്റോറി, റൈറ്റ്, ആക്ച്വലായിട്ട് സോൾവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കൺവിൻഡ് ആയിട്ടുള്ള ജാക്കറ്റ്, ഇറ്റ് വോണ്ട് ടേക്ക് നോട്ട് ഈവൻ 10 seconds. കൈയിടാം, സിപ്പ് ഓഫ് ചെയ്യാം. ഈ സാധനം നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി UV പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പ്ലസ് ഇറ്റ്സ് ആൻറ്റി ഓർഡർ. ഇത് വീക്ക്ലി വൺസ് വാഷ് ചെയ്താൽ മതി. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് ഇത് ഓൾമോസ്റ്റ് എന്താ പറയുക, നിങ്ങൾക്ക് ജാക്കറ്റ് ഇട്ട പോലെ ഫീൽ ചെയ്യില്ല. സ്റ്റിൽ യു ഗെറ്റ് UV പ്രൊട്ടക്ഷൻ. Problem solved why you get the advantages of that Correct. particular product also, and you founded a business model. Exactly. And we are number 1 in jacket category. Amazon. Amazing. Yeah, people are coming back and asking us for നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തപ്പം പ്ലസ് സൈസ് ഇടുന്ന ആളുകൾ വന്നിട്ട് why are you not making in 5XL 6XL? I was like, yeah, that's a good insight. Let's meet. Okay, let's make. അല്ല, എനിക്ക് മനസ്സിലായി D2C ആകുമ്പം ഈ ഫീഡ്ബാക്ക് ലൂപ്പ് ഭയങ്കര ഷോർട്ടർ ആവും. Yes. You actually start getting feedbacks, and feedbacks is what helps you grow. Exactly. ആ പ്രൊഡക്റ്റിൻ്റെ എങ്ങനെ നമുക്ക് ഈ പ്രൊഡക്റ്റ് കുറച്ചുകൂടി നന്നാക്കാം. As you said, I also use this in many of our sites. അതായത് നമ്മൾ 5 star കിട്ടിയ what did you like, so that I can double down on that.